വിദ്യാർത്ഥികളെ ബയോവേഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നാളെ ആരംഭിക്കുന്ന +2 സുവോളജി മോഡൽ പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെ നമുക്കിന്ന് കടന്നു പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് വൈ ടെസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം? മെയിൽ ബോഡിയിൽ കാണപ്പെടുന്ന ടെസ്റ്റിസ് ബോഡിൻ്റെ പുറമെ സ്ക്രോട്ടം എന്ന് വിളിക്കുന്ന പൗച്ചിൻ്റെ അകത്ത് വരാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൽ ബോഡിയിലെ ടെസ്റ്റിസ്. ഇതാണ് പ്രൈമറി സെക്സ് ഓർഗാൻ എന്നറിയപ്പെടുന്നത്. ടെസ്റ്റിസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ടെസ്റ്റിസിലാണ്. അപ്പോൾ ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു താഴ്ന്ന ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയാണ് ടെസ്റ്റിസ് ബോഡിൻ്റെ പുറമെ സ്ക്രോട്ടം എന്ന് വിളിക്കുന്ന പൗച്ചിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ആൻസറായി നമുക്ക് എഴുതാവുന്നത്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രോട്ടം പ്രൊവൈഡ്, ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശ്രദ്ധിക്കണം, പ്രൊവൈഡ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ അവർ ബോഡി ടെമ്പറേച്ചർ വിച്ച് ഈസ് നെസസറി ഫോർ സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോജനസിന് ആവശ്യമായ, സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമിൻ്റെ ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജനസിസ്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, നമ്മളങ്ങനെ പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്രമത്തിലൊന്നും അല്ല പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടാവും, അത് നിങ്ങൾ നോക്കേണ്ട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. അതായത് അമ്മ കുഞ്ഞിനെ പ്രസവിച്ച ആദ്യ ദിനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മിൽക്കിൻ്റെ പേരെന്താണ്? കൊളസ്ട്രം. ഒക്കെ പ്രസവിച്ച ഉടനെ ഉണ്ടാവുന്ന മിൽക്കാണിത് കൊളസ്ട്രം. ഇതിനോടൊപ്പം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കൊളസ്ട്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കുക, ഈ കുഞ്ഞിന് ആവശ്യമായ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധം കൊടുക്കുന്നത് ആരാണ്? കൊളസ്ട്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ ദിനങ്ങളിലൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടി കൊടുക്കുന്നത് കൊളസ്ട്രമാണ്. അതുപോലെ തന്നെ കൊളസ്ട്രത്തിൽ കാണപ്പെടുന്നൊരു ആൻറ്റിബോഡി ഉണ്ട്, അതിൻ്റെ പേരാണ് IgA. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചില ഭാഗങ്ങൾ A, B, C, D എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ കൃത്യമായ രൂപത്തിൽ ലേബൽ ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ സ്വന്തമായി ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിന് തൊട്ടടുത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡയഗ്രം ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാവും. A എന്ന് പറഞ്ഞാൽ എന്താ? വാസ് ഡിഫറൻസ് ആണ്. പിന്നെ B എന്ന് പറഞ്ഞാൽ യുറീത്രയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. C എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് എപ്പിഡിഡൈമിസ് ആണ്. D എന്ന് പറഞ്ഞാൽ എന്താണ്? റിറ്റെസ്റ്റസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലേബൽ ചെയ്യാനുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്താം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഈ ഡയഗ്രാംസ് അതിൻ്റെ ലേബലിംഗ് ഒന്നും കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ കോൺസെപ്റ്റും കൃത്യമായിട്ട് അറിയുമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കോർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നെ മറ്റൊരു വർഷം, ഇതെല്ലാം മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ്, മറ്റൊരു വർഷം വന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ A എന്ന് കൊടുത്ത് കാണാമല്ലോ. ഇവിടെ A എന്താണ്? സെമിനൽ വെസിക്കിളാണ്. അതുപോലെ B എന്താണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. C ആയി കൊടുത്തിരിക്കുന്നത് ടെസ്റ്റിസ് ആണ്. D കൊടുത്തിരിക്കുന്നത് എപ്പിഡിഡൈമിസ് ആണ്. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ലേബലിങ്ങിലും നിങ്ങൾ എന്തായിരിക്കണം? വെൽ എക്സ്പെർട്ട് ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ പറയുന്നത്? നെയിം 2 ടൈപ്സ് ഓഫ് സെൽസ് ഇൻസൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ. എന്താണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ, ദിസ് ഈസ് എ മെയിൽ ടെസ്റ്റിസ്. ഇതൊരു മെയിൽ ടെസ്റ്റിസ് ആണ്. ഈ മെയിൽ ടെസ്റ്റിസിൻ്റെ അകത്ത് എന്തുണ്ട്? ഇതുപോലുള്ള ധാരാളം ട്യൂബുകളുണ്ട്. ഈ ട്യൂബുകളുടെ പേരാണെന്ത്? സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ എന്ന് മനസ്സിലാക്കുക. ടെസ്റ്റിസിൻ്റെ അകത്തുള്ള ട്യൂബുകളാണെന്ത്? സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇനി നിങ്ങളിവിടെ ക്വസ്റ്റ്യൻ നോക്ക്, നെയിം ദ 2 ടൈപ്സ് ഓഫ് സെൽസ് ഇൻസൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സെമിനിഫറസ് ട്യൂബുകളുടെ അകത്ത് എന്തുണ്ട്? 2 തരം സെല്ലുകളുണ്ട്. സെമിനിഫറസ് ട്യൂബുകളുടെ അകത്ത് 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്.
ആ സെല്ലുകളുടെ പേരാണ് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സെല്ലിൻ്റെ പേരാണ് മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ. അത് മാത്രമല്ല ചോദിച്ചത്, അവരുടെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. ഈ സ്പെർമാറ്റോഗോണിയയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ദേ ഡെവലപ്പ് ഇൻ ടു സ്പേം. ഇവരാണ് സ്പേമുകളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെമിനിഫറസ് ട്യൂബിൻ്റെ അകത്തുള്ള രണ്ടാമത്തെ സെല്ലിൻ്റെ പേര് നിങ്ങൾക്കറിയോ? അതാണ് സെർട്ടോളി സെൽസ്. ഈ സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഗിവ് നറിഷ്മെൻറ്റ് ടു ദ സ്പേം. സ്പേമിന് ആവശ്യമായ പോഷണം നൽകുന്നത് ആരാണ്? ഈ സെർട്ടോളി സെല്ലുകളാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ സെമിനിഫറസ് ട്യൂബുകളുടെ അകത്തുള്ള രണ്ട് തരം സെല്ലുകൾ. നമ്പർ 1 മെയിൽ ജെം സെല്ലാണ്, നമ്പർ 2 സെർട്ടോളി സെല്ലുകളാണ്. ഈ രണ്ട് സെല്ലുകളുടെ പേരും അവയുടെ ഫങ്ഷൻസും പല തവണയായിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കൃത്യമായി പഠിച്ചിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് എക്സാമിന് പോവുക. ഇനി നമ്മളോട് ചോദിക്കുന്ന മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് വിച്ച് സെൽ ഫൗണ്ട് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ കാണുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾ ഇതിൻ്റെ പുറംഭാഗമാണിത്. ഇവിടെ ഒരു സെല്ലുണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറമെയുള്ള സ്ഥലത്തുള്ള സെല്ലുകളുടെ പേര് വിച്ച് സെൽ ഫൗണ്ട് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറമേ കാണപ്പെടുന്ന സെല്ലിൻ്റെ പേരാണ് ലൈഡിക് സെൽ. എന്താ വിളിക്കുക? ലൈഡിക് സെൽ. ഈ ലൈഡിക് സെല്ലിൻ്റെ വേറെ ഒരു പേരാണ് ഇൻ്റർസ്റ്റിഷ്യൽ സെൽസ് എന്ന് നമ്മൾ വിളിക്കും. ഈ സെല്ലിന് ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ലൈഡിക് സെല്ലുകളാണ്. സോ വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ലൈഡിക് സെൽ? ദേ പ്രൊഡ്യൂസ് മെയിൽ സെക്സ് ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്ന് വിളിക്കുന്ന മെയിൽ സെക്സ് ഹോർമോൺ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, നെയിം ദ സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ആൻഡ്രോജൻ, അല്ലെങ്കിൽ നെയിം ദ സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം ലൈഡിക് സെൽസ്. അല്ലെങ്കിൽ എക്സാമ്പിൾ ചോദിക്കും വിച്ച് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലൈഡിക് സെൽ. ലൈഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ്രോജൻ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഒരു സ്പേമിൻ്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സ്പേമിൻ്റെ ചില ഭാഗങ്ങൾ നമ്മോട് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇവിടെ കൃത്യമായിട്ട് ഈ ചിത്രത്തിൽ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്രോസോമാണ് ഒന്നാമത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? ബി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? മിഡിൽ പീസാണ്. ഇതിൻ്റെ അകത്ത് തന്നെ മൈറ്റോകോൺട്രിയ വേറെ ഉണ്ട്. അപ്പോൾ എക്സാമിന് മൈറ്റോകോൺട്രിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് മിഡിൽ പീസ്. ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ കാണുന്ന ഇതുപോലെ സ്ട്രക്ചേഴ്സ് എങ്ങനെ ഇങ്ങനെ ക്രോസ്ഡ് ആയി കാണുന്ന ലൈൻസ് ഇല്ലേ, അത് നമ്മൾ വിളിക്കുന്ന പേരാണിത് മൈറ്റോകോൺട്രിയ. നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ആക്രോസോമിൻ്റെ ഫങ്ഷൻ ചോദിക്കാം. ഇതാണല്ലോ നമ്മുടെ ആക്രോസോം, നമ്മൾ നേരത്തെ ലേബൽ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ആക്രോസോമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേമിനെ ഓവത്തിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത്. ഉദാഹരണം ഇതൊരു ഓവമാണ് ആൻഡ് ദിസ് ഈസ് ദ സ്പേം. ഈ സ്പേമിനെ ഓവത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമുകളാണ് ഈ ആക്രോസോമിലുള്ളത്. സോ ആക്രോസോം പ്രൊഡ്യൂസ് എൻസൈംസ് വിച്ച് ഹെൽപ്പ് ഇൻ പെനിട്രേഷൻ ഓഫ് സ്പേം ഇൻ ടു ഓവം എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഇത് തന്നെ വേറൊരു വർഷം വന്ന ക്വസ്റ്റ്യനാണ്. സെയിം ക്വസ്റ്റ്യൻ. സ്പേമിൻ്റെ ചിത്രം തന്നിട്ട് ഇവിടെ എന്തെല്ലാം തന്നിരിക്കുന്നത്? ആക്രോസോമും അതുപോലെ തന്നെ മിഡിൽ പീസും ടെയിലും തന്നിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്താനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഞാനിതൊന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പരിചയപ്പെട്ട് പോയി കഴിഞ്ഞാൽ മതി. ഞാൻ 2 ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇത് മുൻപ് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ഡയഗ്രം തന്നിട്ട് ABCDE 5 ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വീഡിയോ കാണുക. ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഭാഗങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ A എന്ന് കൊടുത്തത് സ്പെർമാറ്റോസോവയാണ്, B എന്ന് കൊടുത്തത് സ്പെർമാറ്റോഗോണിയമാണ്, C എന്ന് കൊടുത്തത് സെർട്ടോളി സെല്ലാണ്, D എന്ന് കൊടുത്തത് എന്താണ്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റാണ്, E എന്ന് കൊടുത്തത് സ്പെർമാറ്റിഡാണ്. ഇത്തരം ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഈസ് കോൾഡ് ഡാഷ്. ഒരു ഫീമെയിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ മെൻസ്ട്രുവേഷനെ വിളിക്കുന്ന 1 വേർഡ് പേരെന്താണ്? മെനാർക്ക എന്നാണ് വിളിക്കുക. ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ മുൻപ് ചോദിച്ചതാണ്, പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത ചോദ്യമാണ്
റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ ഫോളോവിങ് സ്ട്രക്ചേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറുകളുടെ ഫങ്ഷൻ എഴുതാൻ വേണ്ടിയാണ്. അതിൽ ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ലേഡിക് സെല്ലിൻ്റെ ഫങ്ഷൻ. ലേഡിക് സെല്ലിൻ്റെ ഫങ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജനുകൾ പ്രൊഡ്യൂസ് ചെയ്യലാണ്. രണ്ടാമത്തെ സ്ട്രക്ചറാണ് കോർപ്പസ് ലൂറ്റിയത്തിൻ്റെ ഫങ്ഷൻ ചോദിക്കാറുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഞാൻ പറയാം, മറ്റൊരിക്കൽ കൂടി അത് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് തന്നെ. കോർപ്പസ് ലൂറ്റിയം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ബോഡിയിൽ പ്രൊജസ്റ്ററോൺ, എന്താ പേര്, പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ടിഷ്യൂ ആണെന്ത്, കോർപ്പസ് ലൂറ്റിയം. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കും, കോർപ്പസ് ലൂറ്റിയത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, പ്രൊഡ്യൂസിങ് പ്രൊജസ്റ്ററോൺ ഹോർമോൺ. പ്രൊജസ്റ്ററോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്, കോർപ്പസ് ലൂറ്റിയം. പ്രത്യേകമായി നോട്ട് ചെയ്യുക. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടൊരു ചിത്രമാണ്. ഇതിൽ എ ബി സി ഡി എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി ഒന്നിൽ കൂടുതൽ തവണ ഈ ഒരു ഡയഗ്രം തന്നുകൊണ്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൽ എ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയമാണ്. ഫീമെയിൽ യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ 3 ലെയറുകളുണ്ട്. 3 ലെയറുകളുടെയും പേര് ചോദിച്ചുകൊണ്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇന്നർ ലെയറാണ് ഇവിടെ ലാബിൽ ചെയ്തിരിക്കുന്നത്, എൻഡോമെട്രിയമാണ്. ഇനി കൂടുതൽ എക്സ്ട്രാ നോളജിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ലെയറിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മയോമെട്രിയം എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ മയോമെട്രിയത്തിലാണ് സ്മൂത്ത് മസിലുകളുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണിത് പെരിമെട്രിയം എന്ന് വിളിക്കുന്നത്. 3 ഭാഗത്തിൻ്റെയും പേരും പ്രത്യേകതയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് ഇവിടെ ബി എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും, ഓവറിയാണ്. മൂന്നാമതായിട്ട് സി എന്ന് കൊടുത്തിരിക്കുന്നത് ഇസ്മസ് ആണ്. ഡി എന്ന് കൊടുത്തിരിക്കുന്നത് ആംബ്യുളയാണ്. ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ലാബലിംഗ് നിങ്ങൾ എക്സ്പെർട്ടായിരിക്കണം എന്നതുകൂടി പ്രത്യേകമായി നോട്ട് ചെയ്യുക. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പോയിന്റ്, പ്ലേസ്, ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ആൻസർ കൂടി ഇവിടെ നോട്ട് ചെയ്യുക. സാന്ദർഭികമായിട്ട് ആംബ്യുളയിൽ വെച്ചിട്ടാണ് സ്പേമുകൾ എന്ത് ചെയ്തത്, ഓവവുമായിട്ട് കൂടിച്ചേരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇവിടെ ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രധാന ഹോർമോണുകളുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും. ഇവിടെ എ എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ഹോർമോണാണ്. ബി എന്ന് പറഞ്ഞാൽ പ്രൊജസ്റ്ററോണാണ്. സോ ഈ പ്രൊജസ്റ്ററോണിനെ പറ്റി നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞിട്ടേ ഉള്ളൂ. പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂൻ്റെ പേരെന്താണ്, ഈ കാണുന്ന ടിഷ്യൂ ആണ്. ദിസ് ഈസ് കോൾഡ് കോർപ്പസ് ലൂറ്റിയം. കോർപ്പസ് ലൂറ്റിയമാണ് പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ പ്രൊജസ്റ്ററോണിൻ്റെ ഫങ്ഷൻ എന്താണ്, കോർപ്പസ് ലൂറ്റിയം പ്രൊജസ്റ്ററോൺ ഹോർമോണിൻ്റെ ഫങ്ഷൻ കൂടി ചോദിക്കാറുണ്ട്. പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ കൂടിയാണ് പ്രൊജസ്റ്ററോൺ. അല്ലെങ്കിൽ പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണെന്ത്, പ്രൊജസ്റ്ററോൺ. അത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണെന്ത്, ഏത് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കണേ. പ്രഗ്നൻസിയുടെ ഓരോ മാസവും സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഒരു മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. ഫസ്റ്റ് മന്തിൽ എന്താ സംഭവിക്കുന്നത്, എംബ്രിയോ ഹാർട്ട് ഈസ് ഫോംഡ്. ഓക്കെ, സെക്കൻഡ് മന്തിൽ ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഫോംഡ്. 5th മന്തിലാണ് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഫിറ്റസ്. ആൻഡ് 6th മന്തിലാണ് ഐലിഡ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് ഐ ലാഷസ് ആർ ഫോംഡ്. ഇങ്ങനെ പ്രഗ്നൻസിയുടെ ഓരോ സ്റ്റേജിലും സംഭവിക്കുന്ന മാറ്റങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻസായി പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഭാഗവും കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ കൂടിയാണ്. പരിമിതികളുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗപ്പെടുത്തുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക, മികച്ച സ്കോറുകൾ നേടുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും